എടുക്കാവുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്. സ്വയം രക്ഷപ്പെടാനും കുടുംബത്തിനെ രക്ഷപ്പെടുത്താനുമാണ് ഒരുവിധം പ്രവാസികളെല്ലാവരും അവിടെ പോയി നിന്ന് കഷ്ടപ്പെടുന്നത്. നമ്മളെ മലയാളികളുടെ ഇടയിൽ ഓരോ വീട്ടിൽ നിന്നും ഒരു വ്യക്തി GCCയിലുണ്ടെന്നാണ് പറയുക അല്ലേ? അത്ര അധികം മലയാളികൾ അവിടെ ഉണ്ട്. UK അല്ലെങ്കിൽ യുണൈറ്റഡ് കേരള എന്നാണ് അവിടെ പറയുക. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. സ്വന്തം കുടുംബത്തിനെയും വീടും വിട്ട് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആ ജോലി ചെയ്യാൻ പോയി ആ ജോലി ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതിൽ കൂടുതൽ ഫ്രീഡം തരുന്ന ഒരു നാടാണ് UAE. അവിടെ ചെന്നിട്ട് എന്തിനാ ഇതുപോലത്തെ അറാമ്പറപ്പ് പരിപാടി കാണിക്കുന്നത്? ജോലി ചെയ്യാൻ പോയാൽ അതിന് പോയാൽ പോരെ? നിങ്ങളെയും പ്രതീക്ഷിക്കുന്നൊരു കുടുംബം വിടല്ലേ? ഈ വക കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ലോകത്തിനെ കാണിക്കാൻ എന്തിനത്ര വ്യഗ്രത? ഞാൻ എന്ത് വിഷയമാണ് സംസാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ സഹോദരങ്ങൾ, എൻ്റെ വീഡിയോ കാണുന്ന മലയാളികളായിട്ടുള്ള നിങ്ങളുടെയൊക്കെ സഹോദരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യണ സമയത്ത് വിളിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ 15 വർഷം UAEയിൽ നിന്നാണ്. ഞാൻ ചെന്ന സമയത്തൊക്കെ അന്ന് നാട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ കോളിംഗ് കാർഡ് മാത്രമേ ഉള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന അന്ന് ഞാൻ പോയ സിറ്റുവേഷനിൽ ഇന്നൊക്കെ എന്തൊക്കെ സൗകര്യങ്ങൾ നാട്ടിലേക്ക് ബന്ധപ്പെടാനൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ആൾക്കാരോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ അനാവശ്യമായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നിയമം തെറ്റിക്കാറുണ്ടെങ്കിൽ ബാക്കിയുള്ള സീരിയസ് കാര്യങ്ങൾ മാത്രമല്ല, നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. അവിടെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടുത്തെ അതോറിറ്റീസ് പറയുന്ന ചില കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ ന്യൂസ് അറിഞ്ഞോന്നറിയില്ല, 35 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 35 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ 19 പേര് ഇന്ത്യക്കാരാണ്. അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പ്രകാരം 4 മലയാളികളുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിഞ്ഞു. ഇത്ര വിവരവും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരാണോ? എത്ര കൃത്യമായിട്ട് പറഞ്ഞു തന്നതാ? ഇത്ര കൃത്യമായിട്ട് അവിടെ വളരെ കൃത്യമായിട്ട് ഡയറക്റ്റീവ്സ് ഉണ്ടല്ലോ. ഇത്രയും ക്ലിയറാണ് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരുന്ന ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ശരിയാണ്, അവിടെ അതിനുള്ളിൽ നടക്കുന്ന സംഗതികളൊന്നും പുറം ലോകത്തിന് അറിയിക്കില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. UAE എന്നറിയപ്പെടുന്നു. ഞാൻ UAE പറ്റി മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. GCC മൊത്തം തന്നെയാണ് സ്ഥിതി. UAE സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സേഫസ്റ്റ് കൺട്രി എന്നുള്ളൊരു പേരാണ് UAEക്ക് ഉള്ളത്. അതിപ്പോൾ ഏകദേശം പോയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട്. സ്വാഭാവികം തന്നെയാണ്, ഇല്ലാതിരിക്കില്ല. പക്ഷെ എന്തിനാണ് ഈ വരുന്ന മിസൈൽ ആക്രമണങ്ങളും ഈ കത്തുന്ന രംഗങ്ങളും പൊട്ടിത്തെറിച്ച് വീഴുന്നതും ആൾക്കാർ പാനിക്കായിട്ട് ഓടുന്നതും പോലീസ് വരുന്നതും റെസ്ക്യൂ ചെയ്യുന്നതും ഒക്കെ ക്യാമറയിൽ പകർത്താനും അത് പകർത്തി വെക്കാനും കണ്ടവരൊക്കെ അയച്ചു കൊടുക്കാനും എന്തിനാണ് ഇത്ര വ്യഗ്രത? ഇന്നലെ 10 പേരെ, ശനിയാഴ്ച 10 പേരെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. ഇന്ന് 35 പേര്, അതിന് 19 പേര് ഇന്ത്യ, 4-5 ആൾക്കാർ മലയാളികൾ എന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. ഭയങ്കര എനിക്ക് കാണുന്ന സമയത്ത് കുറച്ച് ദിവസം മുന്നേ MA യൂസഫ് അലിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതായത് അനാവശ്യമായിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് പോകരുത്, അവിടുത്തെ കാര്യങ്ങൾ പകർത്തരുത് എന്ന്. അത്ര സീരിയസ് ആയിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ടൊന്നും മൂപ്പർ ഇങ്ങനെ അത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ചെയ്യരുത്, അധികൃതർ പറയണത് കേൾക്കണം എന്ന് പറയുന്ന സാധനത്തിനെ വരെ എടുത്തിട്ട് വിമർശിക്കുന്നുണ്ട് ചില വിവരമില്ലാത്ത ടീംസ്. ആരാ ഇത് MA യൂസഫ് അലി ഇത് പറയാന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ MA യൂസഫ് അലിനെ ഉള്ളിനൊക്കെ എടുത്ത് അയാൾ മൂപ്പർക്ക് ഇപ്പം എന്ത് കാര്യമുണ്ട്? ഇപ്പം നിങ്ങൾ കുറച്ച് മലയാളികൾ അവിടെ കിടക്കുന്ന ബോംബ് വീണ്ടതിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് ഇങ്ങോട്ട് അയച്ചു വെച്ചിട്ട് മൂപ്പർക്ക് എന്ത് പോയി? മൂപ്പർ എന്താ അതിൻ്റെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അയാൾ മലയാളികളുടെ വെൽഫെയർ കണക്കാക്കിയിട്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലുലു ഗ്രൂപ്പിൻ്റെ MA യൂസഫ് അലി ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ഒന്ന് സമയം ചിലവാക്കി പറയുന്നത്. ഇതിനെ വളരെ മോശമായിട്ട് വിമർശിച്ചിട്ടുള്ള ചില വീഡിയോസ് ഞാൻ കണ്ടു. അയാൾ ആരാ, ഓൻ ആരാന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനത്തെ ആയിക്കോട്ടെ, റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ടതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഇതൊക്കെ പല ആൾക്കാരും, ഞാൻ മൂപ്പരുടെ പേര് പറഞ്ഞപ്പോൾ എത്രയോ ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ വക പരിപാടിക്ക് നിൽക്കുന്നത്? 35 പേര്, അതിൽ 19 പേര് ഇന്ത്യക്കാർ. 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു UAE ന്യൂസ് കണ്ടു. ഒന്ന്, യഥാർത്ഥ മിസൈൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അതിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദവും കമൻറ്ററിയും ചേർത്ത് ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ ഇടയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പ് A ഉപയോഗിച്ച് വ്യാജ സ്ഫോടന ദൃശ്യങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ സംഭവങ്ങൾ UAEയിൽ സംഭവിച്ചതായി തെറ്റായി പ്രചരിപ്പിച്ചു. മൂന്നാമത്തെ ഗ്രൂപ്പ് ഒരു ശത്രു രാജ്യത്തിൻ്റെ സൈനിക ആക്രമണങ്ങളെ വിജയമായി ചിത്രീകരിക്കുകയും അതിൻ്റെ നേതാക്കളെ പ്രശംസിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രചാരണം ഉള്ളടക്കം പങ്കുവച്ചു. ഇത്തരത്തിലുള്ള കുറ്റങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷം ജയിൽ ശിക്ഷയും 1 ലക്ഷം ദിർഹം പിഴയും ലഭിക്കാവുന്ന എന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഇത് ഇടണം തോന്നി. അധികൃതർ പറയുന്നത് ഈ വ്യാജ വാർത്തകൾ ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുകയും ദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് ഇതുപോലത്തെ പരിപാടികൾ അവിടെയുള്ള ടീംസ് കാട്ടുന്നതെന്നുള്ളത് അറിയില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടർ വീഡിയോ രീതിയിൽ രൂപത്തിൽ നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടൻ്റ് അല്ല. പക്ഷേ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരുടെ കുടുംബത്തിൽ ഒരാൾ അവിടെ ഉണ്ട്,
ഫാമിലീസായിട്ട് നിൽക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നിങ്ങൾക്കത് എടുക്കാൻ തോന്നും. എനിക്കങ്ങനെ ഒരു പ്രവണത ഉണ്ട്. എനിക്ക് എന്ത് കണ്ടു കഴിഞ്ഞാലും എനിക്കങ്ങനെ ഇത് കുഴപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആംഗിളിലും കൂടി സംസാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് പകർത്തി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. സെൽഫി എടുക്കുക, ഞാനാണിത് ചെയ്തതെന്ന് പറയുക, അങ്ങനത്തെ പല പരിപാടിയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തി വെക്കാതിരിക്കുക. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് അവിടെ ചെല്ലുന്നത് അല്ലേ? ഒരു കുടുംബം ഇവിടെ ഇല്ലേ, നല്ല സുഖമൊന്നും ഉണ്ടാവില്ല അവിടെ പോയി കിടക്കാൻ വേണ്ടിയിട്ട്. ഒരു കൊല്ലം അതിനുള്ളിൽ കിടക്കാറുണ്ടെങ്കിൽ ഇവിടുന്ന് പണിയെടുക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞ സമയത്ത് ഇവർ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നാട്ടിലേക്ക് ഇങ്ങനെ ഞങ്ങൾ അവിടെ പറയും ഗോട്ടി അടിച്ച മാതിരി, അവിടുന്ന് എന്തിനാണ് അവിടേക്ക് പോയിട്ടുള്ളതൊക്കെ മറന്നിട്ട് കിട്ടണ പോരണ്ടേ? സാമ്പത്തിക ബാധ്യതയും ടെൻഷനും പ്രശ്നങ്ങളും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു മനസ്സമാധാനം ഉണ്ടാവുമോ? അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും, ദയവായി നിങ്ങൾ പ്രവാസികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുള്ളൂ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തും അവിടെ വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടല്ലോ. തുപ്പാൻ പാടില്ല എന്നോട് തുപ്പില്ലല്ലോ, മനസ്സിലായില്ലേ? ഇതൊക്കെ അനുസരിക്കുന്നില്ലേ വളരെ കൃത്യമായിട്ട്? ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ എത്രയോ ഗൗരവമുള്ള കാര്യമാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ന്യൂസ് കേട്ടു. ഇപ്പോൾ ഞാനൊരു ഇത് കണ്ട കേട്ടോ, ഒരു റീൽസ് കണ്ടതാണ്. ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റീൽ കാണുന്നില്ല. അതായത് പെട്ടെന്ന് റോഡിലൂടെ നടക്കുന്ന സമയത്ത് CID വന്നിട്ട് മൊബൈൽ പരിശോധിക്കുന്നു. മൊബൈൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ഇവരോട് ചോദിക്കുകയാണ് ഇതിൻ്റെ താമസ സ്ഥലം എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ അത് മുൽക്കിയും കാര്യങ്ങളൊക്കെ മറ്റേ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയുന്നു. എമിറേറ്റ്സ് ID വാങ്ങിച്ചു വെക്കുന്നു. ഇവരെ വണ്ടി കയറ്റി വേണ്ട താമസം എവിടെ ചോദിക്കുന്നു. അപ്പോൾ താമസിക്കുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ ഇതിൻ്റെ കൂടെയാണ്, മറ്റേ ബെഡ് സ്പേസിലാണ്. ഏകദേശം 6 പേരോളം താമസിക്കുന്ന റൂമിലാണ്. ഇവരെ നേരെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകണം. റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ആൾക്കാരുടെ കൂടെ എത്തിയിട്ട് അവരുടെയൊക്കെ മൊബൈൽ ഫോൺസ് ഈ CID പരിശോധിക്കുകയാണ്. CID പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ അതിലൊക്കെ സിമിലർ ദൃശ്യങ്ങളുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇവൻ പല ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ നേരെ CID കാണിക്കുന്നു. ഈ 4 എണ്ണത്തിന് നേരെ പോലീസ് കൊണ്ടുപോയി. അപ്പോൾ അടുത്ത സംഭവം കൊണ്ട് അവീർ ജയിലിൽ അവീർ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തുള്ള ജയിലിൽ കൊണ്ടുപോയിട്ടാന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടു ഞാൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ എടുക്കാനും ഡോക്യുമെൻ്റ് വെക്കാനും 4 ആളെ കാണിക്കാനും അതൊന്നും ഇല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് കാണാനുള്ള സംഭവമെങ്കിലും റിയൽ നമുക്ക് തന്നെ കണ്ടല്ലോ. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ പൊതുവേ ഒരു സംഗതി. നമ്മൾ പല ആൾക്കാർക്കും കാണുന്നതിന് മുന്നേ അത് മറ്റുള്ളവരെ കാണിക്കാനാണ് നോക്കുക. അതായത് നോക്കി കണ്ണിന് വരെ ആദ്യം മൊബൈൽ എടുക്കും. നമ്മൾ ഇങ്ങനെ നോക്കി കാണില്ല, എനിക്കിട്ടാ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാണുന്നതിന് പകരം മുന്നിൽ ഫോൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കാണുക. അതാണ് അത് പകർത്തി വയ്ക്കുക, ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വേറെ ദുരുദ്ദേശ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ദുരുദ്ദേശപരമായിട്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഇതൊന്നും ആയിരിക്കില്ല ശിക്ഷ. പക്ഷേ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന സംഗതികൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളും അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ മാത്രമല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ ആരെങ്കിലും വീട്ടുകാരോ സംഭവം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും UAE ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലത്തെ പൊട്ടത്തരം കാണിക്കരുത് എന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ഫോൺ ചെയ്തിട്ടോ മെസ്സേജോ വാട്സപ്പ് എന്നിട്ട് അവരെ വിവരം അറിയിക്കുക. ഇവിടെ ആർക്കും നിങ്ങളെ കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല. അവിടെ പൊട്ടുന്നതിൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും അറിയണ്ട. അപ്പോൾ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ നടക്കുമ്പോൾ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, എനിക്ക് ഒറ്റ വിളിപ്പാട് ഇതിലുള്ള ആൾക്കാരുണ്ട്. 1-2 ആൾക്കാർ എനിക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നതിനോടൊന്നും പറയേണ്ടതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നവരോട് തന്നെ പറയുന്നുള്ളൂ. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഓക്കെ അല്ലേ, സേഫ് അല്ലേ, യെസ് സേഫാണ്. അവർ നേരെ മറിച്ചൊന്നും പറയില്ല. അവിടുത്തെ യഥാർത്ഥ കാര്യങ്ങൾ അവരൊന്നും പറയില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഫോണിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് പറയുക. അവരൊറ്റ കാര്യത്തിന് മാത്രം ചെയ്യുന്ന ഒരു അവയർനെസ് വീഡിയോ മാറി കണക്കാക്കുക. ഞാനൊരു 10-15 വർഷം നിന്നതാണ്. അതിൻ്റെ ഒരു ബലത്തിൽ പറയാൻ ആ രാജ്യം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും, അവരനുസരിച്ച് നല്ല രീതിയിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെറുതെ തുറന്ന് നാശാക്കാതിരിക്കുക എന്ന് മാത്രം ജസ്റ്റ് ഒരു വീഡിയോയോട് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.